അഡ്വക്കേറ്റ് അസ്കർ, കേരളത്തിലെ തൊഴിലാളികളുടെയും ജീവനക്കാരുടെയും ക്ഷേമത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്ത ഈ സർക്കാരിനെതിരെയല്ലേ കൊടിപിടിക്കേണ്ടത്, സമരം നടത്തേണ്ടത്? എന്നിട്ട് പോരെ കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ ദേശീയ പണിമുടക്ക്? ഇതിലെ ദേശീയ പണിമുടക്കിന്റെ യഥാർത്ഥ വസ്തുതകളെ എങ്ങനെ വക്രീകരിക്കാം എന്നുള്ളതാണ് ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. തൊഴിൽ കോഡിനെ സംബന്ധിച്ചാണ് ഒന്നാമതായി ഈ ദേശീയ പണിമുടക്കിന്റെ ഒന്നാമത്തെ മുദ്രാവാക്യമായി വെച്ചിട്ടുള്ളത്. രാജ്യത്ത് വളർന്നു വരുന്ന അസന്തുലിതാവസ്ഥ, ആ അസന്തുലിതാവസ്ഥ കോർപ്പറേറ്റ് വൽക്കരണത്തിലൂടെ വന്ന് സംഭവിച്ചിരിക്കുന്നു എന്നത് വിളിച്ചു പറയുന്നിടത്താണ് ഇടതുപക്ഷം ഇത്തരത്തിലൊരു ദേശീയ പണിമുടക്കിന് ആഹ്വാനം ചെയ്തത്. ഇടതുപക്ഷം മാത്രമല്ല, രാജ്യത്തെ മുഴുവൻ പ്രതിപക്ഷ പാർട്ടികളും ഇന്ത്യ ബ്ലോക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ സമരം നടത്താണ്. പക്ഷേ ശംഭു നേരത്തെ പറഞ്ഞല്ലോ, ലേബർ കോഡുകൾ പിൻവലിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്ന്, അല്ലേ? അത് കേരളത്തിൽ നടപ്പിലാക്കിയില്ലേ? അതല്ല, നിരവധി ആവശ്യങ്ങളിൽ ഒന്നാണ് ലേബർ കോഡ് നടപ്പിലാക്കുക. കേരളത്തിൽ എവിടെയാ നടപ്പിലാക്കിയത്? കേരളം എന്താ ഇന്ത്യയുടെ ഭാഗമല്ലേ? കേരളത്തിൽ അത് നടപ്പിലാക്കി എന്നുള്ളതാണോ, ചട്ടം നിർമ്മിക്കുന്നു എന്നുള്ളതുകൊണ്ട് നടപ്പിൽ വന്നു എന്നുള്ളതാണോ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത്? അങ്ങനെ ഒരു ചട്ടം നിയമിക്കുന്ന ഏതൊരു സെൻട്രൽ ആക്ട് വന്നാലും സ്വാഭാവികമായി ആ ചട്ടം നിർമ്മിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട്. അപ്പൊ ആ നിങ്ങളുടെ നേതാവ് CITU നേതാവ് ഇളവരം കരീം ഉൾപ്പെടെ ഉണ്ടായിരുന്നു ആ കമ്മിറ്റിയിൽ. അതിന് ഒരു വിശദീകരണം ഞാൻ പറയാം. ലേബർ എന്ന് പറയുന്നത് കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന ഐറ്റാണ്. അതിലെ അംബ്രല ലോ മാത്രമേ കേന്ദ്രം നിർമ്മിക്കുള്ളൂ. അത് ഓരോ സംസ്ഥാനവും സംസ്ഥാന നിയമം സംസ്ഥാനങ്ങളാണ് ചട്ടങ്ങൾ രൂപീകരിക്കുന്നത്. കേരള സംസ്ഥാനം രൂപീകരിച്ചിട്ടുണ്ട്, കേരളം മാത്രമേ രൂപീകരിച്ചിട്ടുള്ളൂ. ചട്ടം മാത്രമേ രൂപീകരിച്ചിട്ടുള്ളൂ. ഇനി ആ ലേബർ കോഡ് പിൻവലിക്കുക എന്നുള്ളത് രാജ്യത്തെ മുഴുവൻ തൊഴിൽ സംഘടനകളുടെയും ആവശ്യമാണ്. അഡ്വക്കേറ്റ് അസ്കർ, അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ചട്ടങ്ങൾക്ക് രൂപം നൽകിയത്? അല്ല, ഏതൊരു സെൻട്രൽ ആക്ട് വന്നാലും അത് നിശ്ചയമായി ചട്ടം രൂപീകരിക്കേണ്ട ഉത്തരവാദിത്വം സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ടല്ലോ. ആ ലിസ്റ്റിൽ പെടുന്നത്, കൺകറന്റ് ലിസ്റ്റിൽ പെടുന്നത് കൊണ്ടും സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്നതാണെങ്കിൽ സംസ്ഥാനത്ത് നിയമവും അതുപോലെ തന്നെ ചട്ടവും ഉണ്ടാക്കും. പൗരത്വ നിയമത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ? അല്ല, പൗരത്വ നിയമം നടപ്പിലാക്കില്ലെന്ന് ആദ്യം തന്നെ രണ്ടു കാര്യത്തിലും ഐക്യകണ്ഠേന സംസ്ഥാന സർക്കാർ നിലപാടെടുത്തിരുന്നു. രണ്ട് നിയമങ്ങളെ സംബന്ധിച്ചും സംസ്ഥാന സർക്കാരിന് മാത്രമല്ല പ്രതിപക്ഷത്തിനടക്കം കൃത്യമായ ഒരു നിലപാടുണ്ട്. ആ നിലപാട് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോ സ്വാഭാവികമായി ഭരണപക്ഷവും പ്രതിപക്ഷവും ഇക്കാര്യത്തിൽ തുല്യത വരുത്തേണ്ടതിന്റെ സാഹചര്യം കൂടിയുണ്ട്, സമവായത്തിന്റെ സാഹചര്യം കൂടിയുണ്ട്. ആ സാഹചര്യം വരുന്ന ഘട്ടത്തിൽ ഇത് നിശ്ചയമായും ഏതൊരു നിയമം നടപ്പിലാക്കും. തൊഴിൽ നിയമങ്ങളെ സംബന്ധിച്ച് മാത്രമല്ല, രാജ്യത്തെ കോർപ്പറേറ്റ് താല്പര്യത്തിന് ഭരണകൂടം, കേന്ദ്ര സർക്കാർ വഴിമാറുന്നു എന്നുള്ളതാണ്. അത് ഞാൻ മാത്രം പറഞ്ഞല്ല, RSSന്റെ സർസംഘചാലക പോലും പറയുന്നു രാജ്യത്ത് അസമത്വം വർദ്ധിച്ചു വരുന്നു എന്ന്. അപ്പോ ഇത് RSSന് പോലും തോന്നിയിട്ടുള്ള കാര്യമാണ്. കേന്ദ്ര സർക്കാർ ഭരിക്കുന്ന BJPയുടെ സർവാത്മന പിന്തുണ നൽകുന്ന RSSന് പോലും രാജ്യത്ത് അസമത്വം വരുന്നു. ചില സ്ഥാപിത താല്പര്യക്കാരുടെ കയ്യിൽ സമ്പത്ത് കുമിഞ്ഞുകൂടുന്നു എന്ന് ശ്രീ മോഹൻ ഭാഗവതിനെ തന്നെ വിമർശിക്കേണ്ടി വന്നിട്ടുള്ള രാജ്യമാണ് ഇവിടെ. ഞാൻ RSS പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അത് എല്ലാ അർത്ഥത്തിലും അംഗീകരിക്കണം എന്നുള്ളതല്ല പറഞ്ഞത്. നിങ്ങളുടെ സർസംഘചാലക് തന്നെയാണല്ലോ ഇത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ ദേശീയ പണിമുടക്കിന് ഒരു ആധാരം സർസംഘചാലക് പറഞ്ഞ കാര്യമാണ്, അല്ലേ? അങ്ങനെയാണോ അതിനെ? അദ്ദേഹം പോലും RSSന് പോലും രാജ്യത്ത് ഒരു വിഭാഗം ആളുകളുടെ കയ്യിൽ സമ്പത്ത് കുമിഞ്ഞുകൂടുന്നു എന്ന അഭിപ്രായമുണ്ട്. ആ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള അഭിപ്രായം അത് ഇടതുപക്ഷ സംഘടനകളും ഇന്ത്യ ബ്ലോക്ക് അടക്കമുള്ള ആളുകൾ ഈ ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി ഒന്നാമത്തെ മുദ്രാവാക്യമായി ഉയർത്തി വെച്ചിരിക്കുന്നു. അതിൽ ഞാൻ തുടക്കത്തിൽ സംബന്ധിച്ചതുപോലെ ഈ കാര്യത്തിൽ ഈ ദേശീയ പണിമുടക്കിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് ഇന്ത്യ ബ്ലോക്കിനുള്ളിൽ പോലും അഭിപ്രായ ഐക്യം ഉണ്ടാക്കുന്നതിന് ഒരുപക്ഷെ കഴിഞ്ഞിട്ടില്ല. അത് രാജ്യത്തെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള, രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഒരു തെറ്റ്, അല്ലെങ്കിൽ അവർക്ക് സംഭവിച്ചിട്ടുള്ള ഒരു തരത്തിലും പരിഹരിക്കാനാവാത്ത വിടവ് എന്ന അർത്ഥത്തിൽ നാം അതിനെ കാണണം. കാരണം കോൺഗ്രസ് വിചാരിച്ചിരുന്നു എങ്കിൽ കോൺഗ്രസ് ഈ സമരത്തെ, ദേശീയ പണിമുടക്കിനെ അവർ അർഹിക്കുന്ന തരത്തിൽ ഗൗരവത്തോടെ എടുത്തു എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കേരളത്തിലും അതുപോലെ ബംഗാളിലും ഒരുപക്ഷെ മഹാരാഷ്ട്രയിലും ഒക്കെ ആണ് അത്യാവശ്യം ട്രേഡ് യൂണിയനുകൾക്ക് സ്വാധീനമുള്ളത്. ആ സ്വാധീന മേഖലകളിൽ ഞങ്ങൾക്ക് ഈ ദേശീയ പണിമുടക്ക്
വലിയ തോതിൽ വിജയിപ്പിക്കാനായി എന്ന ആത്മവിശ്വാസം തന്നെയാണ് അല്ല, അപ്പൊ ദേശീയ പണിമുടക്ക് എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ അഡ്വക്കേറ്റ് അസ്കർ. മാത്രമല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചിരുന്നു, അതിന് മറുപടി കിട്ടിയില്ല. കേരളത്തിലെ തൊഴിലാളികളുടെ അവകാശങ്ങളൊക്കെ പൂർണ്ണമായും സംരക്ഷിക്കാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടുണ്ടോ? ഇതിൽ വളരെ കൃത്യമായിട്ടൊരു മറുപടി പറയേണ്ടത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആണ് കേരളത്തിൽ ഭരണം നടത്തുന്നത് എന്നുള്ളത് കൊണ്ട് അതൊരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റോ തൊഴിലാളി വർഗ സർവാധിപത്യം ആഗ്രഹിക്കുന്ന ഒരു ഗവൺമെന്റോ അല്ല. അതിൽ സകലവിധ ആളുകളും ചേർന്നിട്ടുള്ള ഒരു ജനാധിപത്യ മുന്നണി കൂടിയാണ്. അതുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് അതിന്റെ പേര് തന്നെ വെച്ചിട്ടുള്ളത്. അപ്പോ അതിൽ പല ഘട്ടങ്ങളിലും CPM ആഗ്രഹിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ CPI ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു രാഷ്ട്രീയ ലൈൻ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നതിന് കഴിയാതെ വന്നിട്ടുണ്ട്. അത് തുറന്നു സമ്മതിച്ചിട്ടുണ്ട് പാർട്ടി തന്നെ പല ഘട്ടങ്ങളിലും. പിണറായി എഴുന്നേറ്റ് ഇരിയടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടക്കുന്ന ആൾക്കാരല്ലേ ബാക്കി ഘടകകക്ഷികളുടെ നേതാക്കന്മാരൊക്കെ. ഇപ്പൊ എന്താ ഈ അഡ്വക്കേറ്റ് അസ്കർ പറയുന്നത്? പിണറായി അല്ലേ ഇവിടെ തീരുമാനിക്കുന്നത്? പിണറായി അല്ലെങ്കിൽ CPM ചോദ്യം ചെയ്യാൻ ആരുണ്ട് ഇവിടെ? അങ്ങനല്ല, ഇങ്ങനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാതെ. അങ്ങനെയല്ല. ഇതൊരു ജനാധിപത്യ സഖ്യം എന്ന നിലയിൽ സ്വാഭാവികമായും മറ്റിതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കൂടി അഭിപ്രായങ്ങൾ മാനിച്ചാണ്. അല്ലാതെ ഏകപക്ഷീയമായി ഞങ്ങൾ നേരത്തെ ഇന്ത്യൻ കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളയുന്നത് പോലെ തന്റെ കീശയിൽ നിന്ന് നിയമം പാസ്സാക്കുന്ന രീതിയല്ല ഞങ്ങൾക്കുള്ളത്. ഞങ്ങളുടെ മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികളുമായി ആലോചിച്ചുറച്ചാണ് ഓരോ തീരുമാനം എടുക്കുന്നത്. അപ്പൊ ആ മുന്നണിയിലെ ഘടകകക്ഷികൾ പറയുന്ന അഭിപ്രായങ്ങൾ കൂടി സ്വീകരിച്ചുകൊണ്ട് ചിലപ്പോൾ ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് നടപ്പിലാക്കുന്നതിന് CPM ഒരുപക്ഷെ നടപ്പിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് കഴിയാതെ വന്നിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിൽ. ഞങ്ങൾക്ക് മാത്രം ഭൂരിപക്ഷം ലഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ CPM ആഗ്രഹിക്കുന്നതിൽ രാഷ്ട്രീയ ലൈൻ തീരുമാനിക്കാനാവൂ എന്നുള്ളത് വസ്തുതാപരമല്ല. പാർട്ടി വിലയിരുത്തിയിട്ടുള്ളതും പാർട്ടി പൊതുജന മധ്യത്തിൽ പറഞ്ഞിട്ടുള്ളതുമാണ് പലപ്പോഴും. അപ്പൊ അതുകൊണ്ടാണ് ഘടകകക്ഷികൾ ഒക്കെ അവരെയൊക്കെ മാനിക്കേണ്ടത് കൊണ്ടാണ്, അല്ലെങ്കിൽ പൂർണ്ണമായും അംഗീകരിക്കേണ്ടത് കൊണ്ടാണ് പലപ്പോഴും തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ സാധിക്കാതെ വരുന്നത്, അല്ലെ? അവരുടെ അഭിപ്രായങ്ങൾ മുഖവിലക്ക് എടുത്ത് അപ്പൊ അവരുടെ അഭിപ്രായങ്ങൾ തൊഴിലാളി വിരുദ്ധമാണോ? എന്താ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് കുമാർ എന്താ പറഞ്ഞത്? ഡയസ് നോൺ പ്രഖ്യാപിക്കുകയും സർവ്വ KSRTC നിരത്തിൽ ഓടുമെന്ന് അവകാശപ്പെട്ടിരുന്നു. പക്ഷെ നടന്നോ? ഇല്ല. അദ്ദേഹത്തിന് അത് അവകാശപ്പെടാം. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ സമീപനം എന്ന് ഗണേഷ് പറഞ്ഞതിന് വഴങ്ങി കൊടുക്കണ്ടേ? ഒരു ഘടകകക്ഷി നേതാവല്ലേ പറഞ്ഞത്, മന്ത്രി കൂടിയാണ്. വലതുപക്ഷ സമീപനാണ് ഞങ്ങളുടെ. അപ്പൊ തന്നെ വരട്ടിയല്ലോ കൺവീനർ, അപ്പൊ തന്നെ വരട്ടിയല്ലോ ഇടതുമുന്നണി. ഗവൺമെന്റിന് അക്കാര്യത്തിൽ തീരുമാനം എടുക്കാൻ കഴിയും. പക്ഷെ CITU നടത്തുന്ന ഒരു ദേശീയ പണിമുടക്കിൽ, CPM അടക്കം പിന്തുണ നൽകുന്ന ഒരു ദേശീയ പണിമുടക്കിൽ ഗണേഷ് കുമാർ വിചാരിക്കുന്ന തരത്തിലൊരു തീരുമാനം ഉണ്ടാകാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. അതാണല്ലോ നമ്മൾ അനുഭവിച്ചത്. ശരി.